ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽ സജീവമായ ചർച്ചയുണ്ടാവുന്ന വിഷയമാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടു, കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ AICC ഓഫീസിലേക്ക് പോകുന്നു, പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് സന്ദീപ് വാര്യരെ മുന്നിൽ വെച്ച് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ കൈവെള്ളയിൽ വെച്ചാണ് കൊണ്ടു നടക്കുന്നത് നമുക്ക് പറയാം. എന്തായിരിക്കും ഈ സന്ദീപ് വാര്യരുടെ ഭാവി എന്ന് പറയുന്നത് കോൺഗ്രസിലെ? ഈ സന്ദീപ് വാര്യരുടെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക്, ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ BJPക്കാർ ആണെന്നാണ് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓപ്പറേഷൻ താമര പ്രഖ്യാപിച്ച് ജയിച്ചു വരുന്ന MP-മാരെയും MLA-മാരെയൊക്കെ പണച്ചാക്കിൻ്റെ ബലത്തിൽ BJP കൊണ്ടുപോകാറുണ്ട്. അത് BJPയുടെ പൊളിറ്റിക്കൽ മൂവ് ആയിട്ട് നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ തെന്നിന്ത്യയിൽ വളരാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ അറിയപ്പെടുന്ന മുഖങ്ങളിലൊന്നായ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് കോൺഗ്രസ് അതിനെ ഒരു വലിയ രാഷ്ട്രീയ നീക്കമായി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, സന്ദീപ് വാര്യർ പോയില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം കൂടിയനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം BJPയിൽ നിൽക്കുമ്പോൾ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകരും നടത്തുന്ന ആളെന്ന നിലയിൽ നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. BJPയുടെ സന്ദീപ് വാര്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചരണം നടത്താൻ സാധിച്ച ഒരു മനുഷ്യൻ. അത് അഭിമാനമാണോ അപമാനമാണോ എന്ന് സന്ദീപ് വാര്യർ തന്നെ വിലയിരുത്തേണ്ടുന്ന ഒരു സാധനമാണ്. എന്തായാലും കോൺഗ്രസ് എത്തിയതിനു ശേഷം സന്ദീപ് വാര്യർക്ക് കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെ നടത്തിയ സമരത്തിൽ പ്രസംഗിച്ചതും ഉദ്ഘാടനം ചെയ്തതും ജാഥ നയിച്ചതും ഒക്കെ സന്ദീപ് വാര്യരാണ്. അവിടെ പോലീസുകാരുടെ ബാരിക്കേഡ് കണ്ടപ്പോൾ സന്ദീപ് വാര്യർ ഒളിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനുശേഷം സന്ദീപ് വാര്യർക്ക് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെ INTUC തൊഴിലാളികളുടെ, ഓട്ടോ തൊഴിലാളികളുടെ വക സ്വീകരണം ലഭിക്കുന്നു. അത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്നതിന് തൊട്ടടുത്താണ് സ്വീകരണം ലഭിക്കുന്നത്. അവിടെ അദ്ദേഹം നടത്തുന്ന മാസ്റ്റർ പ്രസംഗം, സുരേന്ദ്രനെ ഉള്ളിടത്തും കിട്ടുന്നിടത്തൊക്കെ സുരേന്ദ്രനെതിരെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം AICC ഓഫീസ് സന്ദർശനത്തിന് ശേഷം സന്ദീപ് വാര്യർ പുറത്തേക്ക് ഇറക്കുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്വകാര്യ സന്ദർശനമല്ല, ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ ഓഫീസിൽ സന്ദർശനം നടത്തുക എന്നത് ഞാൻ എൻ്റെ പ്രിവിലേജായി കാണുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ പ്രസ്ഥാനത്തിലേക്ക് വന്നത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല ഈ വന്നതെന്ന് സരിനും പറഞ്ഞിരുന്നു. ഈ പോകുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നോക്കൂ, CPM-ന്റെ മെമ്പറായിരുന്ന, CPM-ന്റെ MP ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലേക്കും പിന്നീട് BJPയിലേക്കും പോയി. ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് BJP കൈയുയർത്തി സംഘടനാ സംവിധാനത്തിൽ BJPയിൽ അവിടെ ഇവിടെയൊക്കെ ഈ പറയപ്പെടുന്ന AP അബ്ദുള്ളക്കുട്ടിയെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും AP അബ്ദുള്ളക്കുട്ടിക്ക് അതിനുശേഷം ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനോ മറ്റ് കാര്യങ്ങളിലേക്ക് എത്തുവാനോ AP അബ്ദുള്ളക്കുട്ടിക്ക് സാധിച്ചിട്ടില്ല. സരിൻ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് CPM-ന്റെ സ്വന്തം സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ വലിയ മുന്നേറ്റമൊന്നും സരിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സരിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ സരിന് സാധിച്ചില്ല. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നിരുന്ന പിണറായി വിജയൻ മികച്ച മുഖ്യമന്ത്രിയാണെന്നും VS അച്യുതാനന്ദനേക്കാൾ മികച്ച പിണറായി വിജയനാണെന്നും ഒക്കെ ഉള്ള സരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ മനുഷ്യർ ഇത് കാണുന്ന ആളുകൾ പൊട്ടന്മാരല്ല എന്ന ചിന്ത സരിനുണ്ടായിരുന്നെങ്കിൽ സരിൻ അത് പറയില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. നമ്മുടെ എഡിറ്റർ അത് പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫോട്ടോ നോക്കൂ. ഇതിൽ സരിൻ ഏതോ ഒരു CPM-ന്റെ പരിപാടിയാണ്, അതിൽ 3ാം നിരയിലാണ് സരിൻ ഇരിക്കുന്നത്. അതേസമയം താഴത്തെ ചിത്രത്തിൽ സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ് വാര്യർ പ്രിയങ്ക ഗാന്ധിക്ക് തൊട്ടടുത്ത് ഏറ്റവും മുൻനിരയിലിരിക്കുന്നു. ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ സംസ്കാരവും CPM-ന്റെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. വന്നു കയറുന്നവർ ആരായാലും അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രിവിലേജ് കോൺഗ്രസ് കൊടുക്കാറുണ്ട്. അത് സന്ദീപ് വാര്യരെ പോലെ ഒരു പിന്നീട് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളത് അവരുടെ പ്രവൃത്തിക്കനുസരിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ പത്തനാപുരത്തും കൊട്ടാരക്കരയിലുമൊക്കെ കേരള കോൺഗ്രസ് B വിട്ട്, അതായത് ബാലകൃഷ്ണനുള്ള ഗണേഷ് കുമാർ തർക്കം ഒരു സമയത്ത് രൂക്ഷമാവുകയും പാർട്ടി പിളപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മകനെ അംഗീകരിക്കാത്ത അച്ഛനും അച്ഛനെ അംഗീകരിക്കാത്ത മകനും, അപ്പോൾ 2 ചേരിയിലായി നിന്നു. ഇതിൽ പിന്നീട് അച്ഛനും മകനും ഒന്നിച്ചപ്പോൾ മകൻ്റെ ചേരിയിൽ പോയവരെ അച്ഛനും അച്ഛൻ്റെ ചേരിയിൽ പോയവരെ മകനും പണിയാൻ തുടങ്ങി. അതോടുകൂടി കുറേ പേർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. അവർക്ക് KPCC അംഗത്വം അടക്കമുള്ള സ്ഥാനമാനങ്ങൾ കൊടുത്താണ് കോൺഗ്രസ് അവരെ സജീവമായിട്ട് കോൺഗ്രസിനൊപ്പം നിർത്തിയത്. അപ്പോൾ പിന്നീട് അവർ കോൺഗ്രസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോൺഗ്രസിൽ അവരുടെ ഭാവി, രാഷ്ട്രീയ ഭാവി എന്ന് പറയും. എന്തായാലും സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. സന്ദീപ് വാര്യർക്ക് നല്ല അക്കോമഡേഷൻ തന്നെ കോൺഗ്രസ് കൊടുക്കും. സരിന് എന്ത് ലഭിക്കും എന്നൊരു ചോദ്യം കൊണ്ട് ബാക്കിയാകും. നോക്കൂ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ G. രതികുമാർ എന്ന് പറയുന്ന KPCC അംഗമായിരുന്ന കോൺഗ്രസിൻ്റെ നിഷേധ്യനായ നേതാവായിരുന്ന ഒരു മനുഷ്യനുണ്ട്. അത് കരുണാകരൻ്റെ മാനസപുത്രൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെട്ടത്. KSU രാഷ്ട്രീയം കളിച്ച് SFIക്കാരാണെന്ന് തോന്നുന്നു വെട്ടിപ്പരിക്കേൽപ്പിച്ച് ചലനമറ്റ ഒരു വിരൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വെട്ടുകൊണ്ട പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. ക്യാമ്പസ് രാഷ്ട്രീയ കാലഘട്ടത്തിൽ കരുണാകരൻ കോൺഗ്രസ് വിട്ട് DAC കരുണാകരനൊപ്പം നിന്ന ആളാണ്. ആ മനുഷ്യന്
പത്തനാപുരത്ത് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPM-ലേക്ക് പോയി. അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായി തെരഞ്ഞെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, കോൺഗ്രസ് പാർട്ടിയുടെ KPCC അംഗമായിരുന്ന രതികുമാറിനെ CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി വെച്ചിരിക്കുന്നു. അതും അദ്ദേഹം തന്നെ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത് ഓരോ പാർട്ടിക്ക് ആ പാർട്ടികളുടേതായ സംവിധാനം. ഞാനതാ പറഞ്ഞ, പക്ഷേ ഇവരൊക്കെ പോകുന്നത് എന്തിനാ? സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പത്മജ വേണുഗോപാൽ പോയി, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. പത്മജ വേണുഗോപാലിന് കൊടുക്കാത്ത സീറ്റുകളുണ്ട്. കോൺഗ്രസ് പാർട്ടി കിട്ടാവുന്ന അത്രയും സീറ്റുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, പറ്റുന്നത്രയും അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്നേരത്തെ ഒരു പിണക്കത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ ഒരുപക്ഷെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഇപ്പോൾ അനിൽ ആന്റണി പോയി. അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നിന്ന് അംഗീകരിക്കാനുള്ള ഒരു കഴിവോ കാര്യങ്ങളോ പക്വതയൊന്നുമില്ല. അതേസമയം ആന്റണിയുടെ മകൻ BJP-യിലേക്ക് ചെല്ലുമ്പോൾ അവരത് കൈവെള്ളയിൽ കൊണ്ട് നടക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് അനിൽ ആന്റണി പോയത്. അനിൽ ആന്റണി ഇന്ന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങളും അഡ്വർടൈസ്മെൻറ്റും കാര്യം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനും കൂടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഡൽഹിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ടുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അനിൽ ആന്റണിക്ക് സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പോകുന്നതിനോട് കാര്യമുണ്ട്. ഇപ്പോൾ PC ജോർജിൻ്റെ പാർട്ടി പിരിച്ചു വിട്ടിട്ട് BJP-യിൽ അംഗത്വം കൊടുത്തു. PC ജോർജിന് മോനോ സീറ്റ് കൊടുത്തില്ല, PC-ക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിലും ഷോണ് സീറ്റ് കൊടുക്കാമായിരുന്നു. ഷോൺ നല്ല നേതാവാണ്. സുരേന്ദ്രൻ ഒരിക്കൽ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞതാണ്, PC-ക്കൊപ്പമുള്ള ഒരു വലിയ ആയുധത്തെ ആരും കാണുന്നില്ല, അത് ഷോൺ ജോർജ് ആണെന്ന് പറയുന്നില്ല. അപ്പോൾ മുന്നണി വിട്ട് അല്ലെങ്കിൽ പാർട്ടി വിട്ടോ പോകുന്നവർക്ക് കൃത്യമായ അക്കോമഡേഷൻ കിട്ടുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങളെ പറ്റി ചിന്തിക്കണം. ഇപ്പം നോക്കൂ, KM മാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതുപക്ഷത്താണുള്ളത്. ജോസ് കെ മാണി തിരിച്ച് UDF-ൽ വരാനുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാലാ സീറ്റിൻ്റെ തർക്കം കൊണ്ട് മാത്രമാണ് തീരുമാനമാവാതിരിക്കുന്നത്. അവിടെ മാണി സി കാപ്പനെ കോൺഗ്രസ് എങ്ങനെ UDF എന്ത് പറഞ്ഞ് അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. കാരണം LDF-കാരനായി തുടങ്ങി പിന്നീട് UDF-ലേക്ക് മാറിയ മാണി സി കാപ്പൻ, മാണി മരിച്ചതിന് ശേഷം പാലായുടെ MLA ആയ മാണി സി കാപ്പൻ, ഈ മാണി സി കാപ്പൻ ഇന്ന് UDF-നൊപ്പമാണ്. പാലാ പോകുന്നില്ലേ, പിന്നാണോ കോന്നി എന്ന് ചോദിച്ചാൽ മാണി സി കാപ്പൻ്റെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഹൈലൈറ്റ് ക്യാമ്പയിനായിരുന്നു. പക്ഷേ മാണി സി കാപ്പൻ ഇന്ന് UDF-ലാണ്. ജോസ് കെ മാണി തിരിച്ചു ചെല്ലുമ്പോൾ മാണി സി കാപ്പനോട് മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വരാൻ പറ്റുന്നത്. പക്ഷേ ഇവരുടെ പാർട്ടി ഇന്ന് UDF-ന് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുക, നാളെ LDF-ന് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുക, മറ്റന്നാൾ NDA-ക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു അവസ്ഥയാണ്. ഇപ്പോൾ KB ഗണേഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇന്നലെ വരെ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവർ UDF-ന്റെ ആളുകൾ, അവർ പെട്ടെന്ന് അവരുടെ നേതാവ് പാർട്ടി മാറുമ്പോൾ ഇവർക്കെല്ലാം ഇവരുടെ ആശയങ്ങൾ മാറുകയാണ്. ഇപ്പോൾ KM മാണിയുടെ മകൻ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്നവർ ഈ പറയപ്പെടുന്ന VD സതീശനെയും ഈ പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനെയും ബാക്കിയുള്ള ആളുകളെയും ഒക്കെ, രാഹുൽ ഗാന്ധിയെ ഒക്കെ മോശം പറയാം. നാളെ ഇത് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിണറായി വിജയനെ മോശം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഡബിൾ ഡാഡി സിൻഡ്രോം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ഡാഡി സിൻഡ്രോം എന്നാണ് നമ്മൾ ഈ വലിയ രാഷ്ട്രീയ ബോധം ഇല്ലാത്തവർ ഇതിനെ വിളിക്കുന്നത്. എത്ര അച്ഛനുണ്ട എന്ന് ചോദിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവുകയാണ്. ഇപ്പം സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. രാഘിച്ചാരുടെ മുറിച്ചു കളഞ്ഞ ലാഘവത്തോടു കൂടി വിശ്വസിച്ച പ്രസ്ഥാനത്തെ തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ഈ പറയപ്പെടുന്ന ഇവർക്കൊക്കെ ഇതാകാം. കാരണം ഇവരൊന്നും ചെറുപ്പകാലം മുതൽ ക്യാമ്പസ് രാഷ്ട്രീയം കളിച്ച് വന്നവരല്ല. ഈ പറയപ്പെടുന്ന സരിനും അല്ല, ഈ പറയപ്പെടുന്ന സന്ദീപും അല്ല. ഷെയ്പി അബ്ദുള്ളക്കുട്ടി അങ്ങനെ അല്ലായിരുന്നു. ഷെയ്പി അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ പോയി, കോൺഗ്രസിൽ നിന്ന് BJP പോയി, ഇനി അങ്ങോട്ടും പോകാനില്ല, അതവിടെ നിൽക്കുക, ആയിക്കോട്ടെ. പക്ഷേ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർക്ക് കൃത്യമായ അക്കോമഡേഷൻ കോൺഗ്രസ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവും വേണ്ട. പക്ഷേ സരിനെയും ചേർത്ത് പിടിക്കുമെന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ഇത് പരിധിവരെയൊക്കെ പോകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ കാണിക്കുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക ഒരു സംസ്കാരമുണ്ട്. അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ കോൺഗ്രസ് ആണ് ഏറ്റവും നല്ല അധികാരമോഹികളുടെ അല്ലെങ്കിൽ സീറ്റ് മോഹികളുടെ ഏറ്റവും നല്ല തട്ടകം കോൺഗ്രസ് ആണ്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു CPM-ന്റെ LC മെമ്പറൊക്കെ ആയിട്ടിരുന്ന ഒരാളിനോട് ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ കോൺഗ്രസിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ എന്താ തമാശയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചോദിച്ചു എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, എൻ്റെ അനിയൻ CPM-ൽ നിന്ന് കോൺഗ്രസിൽ പോയി, അവനിന്ന് ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് എന്തുണ്ടാക്കാനാണ്? ഈ കോൺഗ്രസിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങൾ നടക്കും. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുന്ന എല്ലാവർക്കും സീറ്റ് മോഹം ഉണ്ടാകും. ആർക്കും ഇല്ലാത്തവരുണ്ടാവില്ല. ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണെന്നേ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവുക പറ്റുക എന്നുള്ളത്. അത് ഇല്ലാതെ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടാവും. തൻ്റെ കഴിവുകളെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും അത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഗതി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.